celebrating motherhood. Malayali Veetamma. Namaskaram. Nirupara Malayali Veetamma co-branded by Sera and Dhatri Hair Care Plus, powered by Chunga Jewelry. മലയാളി വീട്ടമ്മയുടെ ഒരു പുതുമ നിറഞ്ഞ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ പറഞ്ഞ കാര്യല്ലേ അല്ലേ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അവിടെ എന്തെടുക്ക? തുടങ്ങി ഇവിടെ വാ. അല്ല ഞാൻ വരാം. കുട്ടി തുടങ്ങിക്കോളൂ. തുടങ്ങി വേഗം വാ. അല്ല ഞങ്ങളോട് വളരെ ഗൗരവമായിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ചിരി കേട്ടപ്പോ മനസ്സിലായി. വേഗം വാ. ഉടനെ വരാം. ഞാൻ ഉടനെ വരും. നിങ്ങൾ ആരും പേടിക്കണ്ട. പുതിയ ടെക്കുകളുമായിട്ട് ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങളെ വളരെ സീരിയസ് ആയിട്ട് കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്താ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം? അല്ലേ സീരിയസ് അല്ലേ? ചോദിച്ചു നോക്കൂ. എല്ലാവരും അത് സന്തോഷമായിരുന്നു. ഞങ്ങള് ഡിമോണറ്റൈസേഷനെ കുറിച്ച് സംസാരിക്കുക. അതെ ഞങ്ങൾ ഈ പുതുക്കിയ സാമ്പത്തിക നയത്തെ പറ്റിയിട്ടും ഒക്കെ വളരെ കൂലങ്കഷമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഞാൻ പറയുകയായിരുന്നു, ഒരു 6000 രൂപ ഒപ്പിക്കാൻ പറ്റിയ ഒരു പുതിയൊരു പദ്ധതിയെ പറ്റിയിട്ട് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ആരോട്? അമ്മച്ചിയോടോ? അയ്യോ അമ്മച്ചിയല്ല, സോറി അമ്മച്ചി എനിക്ക് കൂട്ടുതന്നേ ഉള്ളൂ. ഇവരോട് ഞാൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വെറുതെ ഇരുന്നാ പോരാ എന്നൊക്കെ പറയായിരുന്നു. ഞാനേ ഇവിടെ സഞ്ജുവിന്റെ ബോഡി ഗാർഡ് ആയിട്ടിരുന്ന ഇത്രയും പെമ്പിള്ളേരെ അടക്കി അവനെ തന്നെ ഇരുത്തിയാൽ ശരിയാവില്ലല്ലോ. അതാണ് കാര്യം. ഇതൊക്കെ ആണെങ്കിലും എനിക്കിപ്പോഴാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായത്. എന്താ അല്ല അശ്വതിക്ക് ഇതിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലേ? അല്ല ഇതല്ല ഈ ഡിമോണിറ്റൈസേഷനെ പറ്റി പറയാനില്ലേ? സഞ്ജു, നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു വേദിയിൽ നിന്നിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ടിവിയിൽ ആരെങ്കിലും ഹിന്ദി പറയുന്നത് കേട്ട് എനിക്ക് പെട്ടെന്ന് പേടിയാവാറുണ്ട്. പ്രത്യേകിച്ച് മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറയുമ്പോൾ ചെറിയ പേടി തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. ഉണ്ടല്ലോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചില ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും വേറെ ചർച്ചയ്ക്ക് വിഷയമാവുന്ന ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മുടെ മലയാളി വീട്ടമ്മ ഇതാ തുടങ്ങുകയാണ്. നിറപറ മലയാളി വീട്ടമ്മ കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ്, പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. ഫ്ലോർ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കും അറിയാം ഇവിടെ ഏകദേശം എന്താണ് നടക്കാൻ പോണെന്നുള്ളത്. പക്ഷേ ഈ ഔട്ട്ഡോർ ടാസ്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്താണ് ചെയ്തെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഇല്ല അല്ലെ? അപ്പൊ ഞങ്ങൾക്കും ക്യൂരിയോസിറ്റി ഉള്ള ഒരു സംഭവമാണ് ഓരോ ആളുകളുടെയും ഔട്ട്ഡോർ ടാസ്ക് എന്തായിരുന്നു എന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു കണ്ടസ്റ്റന്റിന്റെ ഔട്ട്ഡോർ ടാസ്ക് കാണാൻ പോവാണ്. ശ്രുതി ഫ്രം ഗുരുവായൂർ. ഹായ്, ഞാൻ ശ്രുതി. എൻ്റെ ഹസ്ബൻഡ് യദുലാൽ, മകൾ വൈദേഹി. ഹസ്ബൻഡ് HDFC ബാങ്ക് ഒരു എംപ്ലോയി ആണ്. ഞാൻ ജനിച്ചതൊക്കെ മണ്ണുത്തി ആണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ഒരു മോനുണ്ട്. ന്യൂ ജനറേഷനിൽ പെടാത്ത ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് കാര്യത്തിനാണെങ്കിൽ ആൾ സ്മാർട്ടാണ്. എനിക്ക് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളോട് ഞാൻ ചോദിക്കുന്നത്. ശ്രുതി വീട്ടിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനും സുർലിക്കൊക്കെ വളരെ ഒരു സന്തോഷം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രുതി എല്ലാ കാര്യത്തിലും ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും ഓടിച്ചാടി നടന്ന് വർത്താനം പറഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്തും കമ്പനി ആവണ ഒരു പ്രകൃതമാണ് ശ്രുതിയുടെ. ഞാൻ നന്നായി സംസാരിക്കും, എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാവും. പക്ഷെ അതെനിക്ക് രണ്ട് രീതിയിലും റിയാക്ഷൻ വന്നിട്ടുണ്ട്. നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മോശമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയണത് എന്താണ് ഗ്രഹിക്കുന്നതിന് മുമ്പ് ദേഷ്യം വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ആൾ ഭയങ്കര ഫ്രീ ആണ്, നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ആൾ ഭയങ്കര ഒരു കമ്പനിയായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പുള്ളിക്കകത്ത് നമ്മുടെ മൈൻഡൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കാൻ കൂടുതൽ ശ്രമിക്കും. ഞാൻ പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കലാണ് മെയിൻ. ഈ അടുത്ത് തന്നെ ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒരു 5 മിനിറ്റ് പാട്ട് പാടി, ഒരു കീർത്തനം പാടിയിരുന്നു. പിന്നെ ഹോബി പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ പുറത്ത് പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ശ്രുതി ഇപ്പോൾ എന്തിനെങ്കിലും ചെന്ന് പെട്ടാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടേ പോരുള്ളൂ. നമ്മളൊരു സ്കൂളിൽ കൊണ്ട് ചേർത്താൽ തന്നെ ഫസ്റ്റ് ബെഞ്ചിലേ പോയിരിക്കുള്ളൂ. ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ചെറിയൊരു സഹനടിയായിട്ടായാലും മതി, മെയിൻ ക്യാരക്ടർ ഒന്നും ആവണ്ട, ശൃംഖേനെയൊക്കെ പോലെ ഒരു സഹനടിയായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറയും ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇതിൽ കൂടെ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും അവളെ തകർത്ത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കും. brings her joy and peace. She can be your
പിണങ്ങി വരുമായിരിക്കും, ഇങ്ങനെ വന്ന പോലെ തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും ചിരിച്ചു. പിണങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? എന്തായിരുന്നു, ഗംഭീര ടാസ്ക് ആയിരുന്നോ? കുഴപ്പമില്ല. ആണല്ലേ? ആർക്കും കുഴപ്പമില്ല? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആണല്ലേ? ടാസ്കിനകത്ത് കൂടെ വന്നവരെല്ലാരും ഉണ്ടോ ഇപ്പോഴും? ഓ പിന്നെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ടാസ്ക് ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാത്ത ടാസ്ക് ആയിരുന്നല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്കിത് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇന്നൊരു സർപ്രൈസ് ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ സർപ്രൈസ് പറയട്ടെ. വാഴയില്ലേ, വാഴ വെട്ടി അതിൽ നിന്ന് ഉണ്ണിപ്പിണ്ടി എടുത്ത് അത് വെച്ച് ഒരു ഡിഷ് ഉണ്ടാക്കണം 20 മിനിറ്റ്സ് ടൈമിന്റെ ഉള്ളിൽ. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം. വാഴ വെട്ടി? വാഴ വെട്ടുക കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, വെട്ടിയിട്ടില്ല. ചെയ്ത് നോക്കാം. ഓ ശരി, ചെയ്യാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ചെയ്യാം. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഇതിലിപ്പോ ഏതാ വെട്ടാൻ പോകുന്നത്? അത് തുടങ്ങാല്ലേ? തുടങ്ങാം. ടൈം സ്റ്റാർട്ട്സ് നൗ. സമയം നമുക്കിത് ഉണ്ടാക്കണം. ഓക്കെ, കിട്ടി. സാധനം കയ്യിലുണ്ട്. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു തോരൻ പോലെ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ? ഇത് എത്രയല്ലേ പിണ്ടിയാ? എനിക്കറിയാം, എൻ്റെ ഒരു കൈ കണക്കാണ്. വേറെ എന്തൊക്കെയാ ചേർക്കുന്നത്? പരിപ്പും പിണ്ടിയും തേങ്ങ, പിന്നെ പച്ചമുളക്, സവോള, ഉപ്പ്, അത്രയാണ്, മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേവിക്കോ? ഇത് ജസ്റ്റ് കുക്കറിലിട്ട് ജസ്റ്റ് ചെറിയൊരു സ്റ്റീം. അത് കഴിഞ്ഞ് പിണ്ടി അരിഞ്ഞ് അതും സ്റ്റീം ചെയ്യും. പിന്നെ ജസ്റ്റ് നമ്മൾ സാധാരണ വളർത്തുന്ന പോലെ. നമ്മൾ കുറച്ച് നേരം ഓൾറെഡി പോയി. സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ അത് വേവിക്കുന്നല്ലേ? ഈ നേരം എന്ത് ചെയ്യും? നേരം കൊണ്ട് നമുക്ക് പിണ്ടി അരിയാം. ഇത് എത്ര പേർക്ക് കഴിക്കാം? ഒരു സാധാരണ കുടുംബം ഒരു 4-5 പേർക്ക് കഴിക്കും. ഒരു സൈഡ് ഡിഷ് അല്ലേ? സൈഡ് ഡിഷ്. ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. അപ്പൊ സമയം ശ്രദ്ധിച്ചോളൂ, വേഗം ആയിക്കോളും. നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞു, അരിയിലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് കഴുകാന്ന് വെച്ചാൽ നൂല് കളയാൻ വേണ്ടിയിട്ടുണ്ട്. ഓ, കഴുകി കളഞ്ഞാൽ മതി. നമ്മള് ജസ്റ്റ് കഴുകിയതാ. ആയിക്കോട്ടെ. നല്ല കുഞ്ഞു പീസസ് ആയിട്ടാണോ? കുഞ്ഞു പീസസ് ആയിട്ടാണ്. നമുക്കിതിൽ ഇടാം. ഓക്കെ. പരിപ്പ് ചെറിയൊരു വേവായിട്ടുണ്ട്. പരിപ്പിന് കുറച്ചും കൂടി വേണം. ഇതിൽ ഓൾറെഡി പിണ്ടിയിൽ വെള്ളമുണ്ട്. നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ഇത് തോരൻ പോലെയാണല്ലോ, തോരനിൽ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത്തിരി സമയമുള്ളൂ. ഇതിന് നമുക്ക് വിസിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. നമുക്ക് സവാള അരിയാം. ആയിക്കോട്ടെ. എത്ര എണ്ണം വേണം? 1 മതി. ഇതിപ്പോ കുറച്ചല്ലേ നമ്മൾ വെക്കുന്നത്. കുറച്ച് പച്ചമുളക് വേണം. കുറച്ച് പച്ചമുളക് വേണം. അതെല്ലാം ജൈവമാണ്, നോക്കാം. അതെ, ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ളതാ. കറിവേപ്പിലയും ഇവിടുത്തെ തന്നെ. ഇവിടുത്തെ അല്ല കേട്ടത്, കുറച്ച് ഇവിടത്തെയും കുറച്ച് അപ്പുറത്തെ വീട്ടില്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്, കുറച്ച് ഇവിടുത്തെയും കുറച്ച് അപ്പുറത്തെ വീട്ടിലെയാണ്. വീട്ടിലാണെങ്കിൽ എനിക്ക് സ്ഥലം കേട്ടോ. എന്റെ സമയ പരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നതാണ്. അതെ, തെറ്റിദ്ധരിക്കരുത്. അടുക്കളയിൽ ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നരുത് എന്ന് കരുതിയിട്ടാണ് നമ്മുടെ അടുത്തത് പറഞ്ഞത്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് വേസ്റ്റ് ഇവിടെ തന്നെ വെച്ചത്. ഇല്ലെങ്കിൽ ഞാനതപ്പോൾ കൊണ്ട് കളയുമായിരുന്നു. വെയിറ്റ് വെക്കണ്ടാന്ന് അല്ലേ? വെയിറ്റ് വേണ്ട, കാരണം ഒത്തിരി വേണ്ട ആവശ്യമൊന്നുമില്ല. ശരി. 3-4 മുളക് അല്ലേ? ഇത് നല്ല എരിവുള്ളത് കൊണ്ടാണ്. എരിവില്ലെങ്കിൽ നമ്മുടെ ഇത് എന്ത് മുളക്? കാന്താരി അല്ല, അതിൽ കാന്താരിയുടെ എന്താ പറയാ വർഗത്തിൽ പെട്ടൊരു സാധനം. കുറച്ച് കറിവേപ്പില. അത് വിട്ട് കിട്ടുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയേക്കാം. തേങ്ങ ചിരവാം.
ഇതൊരു മുറി ഫുൾ വേണോ? കുറച്ച് മതി, കുറച്ച് മതി. ഹാഫ്, അരമുറിയുടെ പകുതി. കാൽ ഭാഗം മതി. അപ്പോൾ നമ്മൾ ആകെ 20 മിനിറ്റ് സമയമല്ലേ കൊടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പണി ചെയ്തു? വാഴ വെട്ടി അതിൽ നിന്ന് പിണ്ടി എടുത്തു, ഒക്കെ പരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്നില്ലേ? ഇതല്ലേ പരിചയമുള്ളത് അല്ലേ? ഓ, ഇതൊക്കെ നല്ല പരിചയമാ. ഒക്കെ നല്ല ഡെയിലി ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നീ ജസ്റ്റ് താളിക്കുന്ന പരിപാടിയിലേക്ക് താളിക്കാം. അപ്പോഴത്തേക്ക് ഇത് വിട്ട് കിട്ടും. വെളിച്ചെണ്ണ ഇവിടെ ആട്ടുന്നതാ? വെളിച്ചെണ്ണ ഇവിടെ ആട്ടുന്നതല്ല, പുറത്തുനിന്ന് വാങ്ങുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അധികം വേണം. നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല, ടേസ്റ്റിന് അത്ര നല്ലതാ. ഇപ്പൊ ഇത് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്റെ ഹെൽത്തിനെ ബാധിക്കില്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിച്ചാൽ മതി. ആ കഞ്ചാൾക്കുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ്. അത് തന്നെ, സൈഡ് ഡിഷ് അല്ലേ, എത്തി കഴിച്ചാൽ മതി. ആയിക്കോട്ടെ, ഒന്ന് പോട്ടെ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉപ്പിട്ട സവോള വേഗം വഴന്നു കിട്ടും. ഓക്കെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ തീരെ മോശക്കാരിയാക്കരുത്. കുക്ക് ചെയ്യോ? പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ ഉപ്പിന്റെ ആളാണ്, ഞാൻ അധികം ഇടുന്ന ആളാ. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്കൊക്കെ കുറച്ച് ഉപ്പ് മതി. ഞാൻ പ്രഷർ കൂടും കേട്ടോ. അധികം ഉപ്പിട്ടാ എനിക്ക് ഒട്ടും പ്രശ്നമില്ലാത്ത ആളാ. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. ഓ, ഇളക്കാനും പഠിച്ച എന്തെങ്കിലും ചെയ്ത സഹായമായി പോയില്ലേ? അത് കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഇളക്കാനൊരു ഇൻട്രസ്റ്റ്. അപ്പൊ അത് രണ്ടും നന്നായി മണം വരുന്നുണ്ട്. മണം വരുന്നുണ്ട്. എല്ലാം കൂടെ കൺജസ്റ്റഡ് ആയോ പാത്രത്തിന്റെ ഉള്ളിൽ? സ്ഥലം നീ ചുങ്ങില്ലേ? അടച്ച് വെച്ച് വേവിക്കണം. അത് ചേമ്പ് തണ്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? വെള്ളം എല്ലാം പോയിട്ട് അതിങ്ങനെ ചുങ്ങി ചെറുതാവും. ഇനിയിപ്പത് ആവണം, സെറ്റ് ആവണം. ആയി. ഇനി വേണമെങ്കിൽ ഒന്ന് ഒരു 5 മിനിറ്റ് കൂടി അതിൽ ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ ഒക്കെ കൂടി ഒന്ന്. ഈ പച്ചമുളക് ഇട്ടത് കൊണ്ടാണ് പിന്നീട് മുളക് പൊടി ഇടാത്തത്? മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടെക്സ്ചർ തന്നെ മാറും. ഓക്കെ. എല്ലാം ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിക്കോട്ടെ. സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇതിങ്ങനെ തന്നെ അല്ലേ? ഒന്നും എനിക്ക് കഴിക്കുക, ചോറ് കൂട്ടി. ഏറ്റവും ചെറിയ സാധനം നോക്കിയിട്ടാണ് ചെയ്തത്. സമയപരിമിതിയിൽ ഒട്ടും എന്താ പറയാ, അതിനൊരു കോംപ്രമൈസ് കൊടുക്കേണ്ടി വരരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഗാർണിഷ് ചെയ്ത് കിട്ടുമ്പോഴല്ലേ? സംഭവം സത്യം. ഓക്കെ, റെഡി. നമ്മുടെ നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിപ്പിണ്ടി അഥവാ വാഴപ്പിണ്ടി തോരൻ വെച്ചിട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജഡ്ജസിലേക്ക് പോവാം അല്ലേ? ശ്രുതി, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രുതി ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒരാൾ ആദ്യമായിട്ട് പണി ചെയ്യുന്നതും വല്ലപ്പോഴും പണി ചെയ്യുന്നതും അതുപോലെ എപ്പോഴും പണി ചെയ്യുന്നവരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശ്രുതി ചെയ്യുന്നത് കണ്ടാൽ അറിയാം, അത് ശ്രുതി സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വീട്ടിലെ ജോലികൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അതെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, എന്താ എവിടെ വെച്ചു എന്നുള്ള ശ്രുതിക്ക് നല്ല കറക്റ്റായിട്ട് അറിയാം ആ വീട്ടിൽ എന്താ എവിടെയാണ് ഇരിക്കണതെന്നുള്ളത്. അത് സ്മൂത്തായിട്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നു. മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ഈ ഒരു ജോലി, അതത്ര വലിയ 20 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന ജോലിയല്ല. താങ്ക് യു മാം. വെരി ഗുഡ് ശ്രുതി. എനിക്ക് വേറെ ഒന്നും എനിക്കിതിന് മോശമായിട്ട് ഒന്നും പറയാനില്ല. ടേസ്റ്റ് വൈസ് കണ്ടു കഴിഞ്ഞാലും അത് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാലും എല്ലാം നമുക്ക് നല്ല അപ്പീലിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വെൽ ഡൺ ശ്രുതി. ശ്രുതി, ആക്ച്വലി ഞാൻ വിചാരിച്ചു ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന കട്ട്ലേറ്റാണ്. പക്ഷേ 20 മിനിറ്റ്സിൽ ഒരു കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പക്ഷേ അത് ഏറ്റവും വയസ്സായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെ ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അതും ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യുന്ന രീതിയിൽ ഒരു ഡൗട്ടും ഇല്ല, ഒരിടത്തും ഒരു സ്റ്റോപ്പില്ല. കൂളായിട്ട് ആ ഫ്രീ ഫ്ലോ, അത് ആ ഫ്ലോ ഉണ്ടായിരുന്നു. ആ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കാണിച്ചു. ടാസ്ക് അവനവൻ്റെ വീട്ടിൽ അവനവൻ പെരുമാറുന്ന അടുക്കളയിൽ അവനവൻ ഉപയോഗിക്കുന്ന
സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഈസിനെസ് മോളുടെ മുഖത്തും ബോഡി ലാംഗ്വേജിലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഹോംലി ആയിട്ടും വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് മോൾ ചെയ്തത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമായിട്ട് സിമ്പിളായിട്ട് അവനവനെ കൊണ്ട് ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഫാന്റാസ്റ്റിക്. അപ്പൊ ഇനി അടുത്തത് ശ്രുതിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? തെരുവ് നായ ശല്യം കേട്ടിട്ടുണ്ടോ? ഓ കേട്ടിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഓ ഓക്കെ. നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് നമ്മൾ അവർ തിരിച്ചു വരുന്നത് വരെ നമുക്കിപ്പം ആദിയാണ്. പ്രത്യേകിച്ച് തെരുവ് നായ ശല്യം കാരണം ഒരുപാട് പേർക്ക്, ഒരുപാട് അമ്മമാർക്ക് വളരെ ആദിയാണ് അവർ തിരിച്ച് വീട്ടിൽ എത്തുന്നവരെ. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ശ്രുതി ഇതിനെങ്ങനെയാണ് പരിഹാരം കാണുന്നത്? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഗുരുവായൂരാണ്. ഞങ്ങൾ ഒത്തിരി VIPs താമസിക്കുന്ന ഒരു ഏരിയയിലാണ്. പുറത്തിറങ്ങില്ല, അധികാരം സംസാരിക്കില്ല, എന്നാൽ വേസ്റ്റ് ഡംപ് ചെയ്യാൻ ആർക്കും ഒരു മടിയില്ലാത്ത ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് എഴുതിയ ബോർഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുമാരൻ തന്നെ ഉണ്ടാവും. ശരിക്കും ഈ വേസ്റ്റിൽ നിന്നാണ് തെരുവ് നായകളുടെ എണ്ണം കൂടി വന്നത്. പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ വീട്ടിലൊന്നും നിറയെയാണ്, 7-8 എണ്ണമൊക്കെ ഒരുമിച്ചാണ് നടക്കുക. പേടിച്ചിട്ട് ഞാനും എൻ്റെ മോളും പുറത്തേക്ക് ഇറങ്ങുകയില്ല വൈകിട്ടൊന്നും. ശരിക്കും ഇതിൻ്റെ മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഒരു പരിധി വരെ, അതായത് അതിന് പ്രത്യേകിച്ച് സ്ഥലം കണ്ടുപിടിച്ച് ജൈവവളം വേറെയും ഇത് പ്ലാസ്റ്റിക് പോലുള്ളത് വേറെയും തിരിച്ച് ഡംപ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേസ്റ്റ് ഇടുന്നവരെ കൈയോടെ പിടികൂടി അതിന് തക്ക ശിക്ഷ കൊടുക്കണം. എന്നാൽ തന്നെ ഈ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയുള്ളൂ. നമ്മൾക്ക് ചിലപ്പോൾ വിചാരിക്കും ഇതിനെ കൊന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ വിചാരിക്കും അയ്യോ അതിന് മൃഗം, നമ്മൾ ഒരു ജീവനെ കളയുന്നു. അപ്പം നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? കൊല്ലണോ അതോ വളർത്തണോ? മനുഷ്യരെ കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പട്ടികളെ കൊല്ലുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. അതന്നെ, അത് ശരിയല്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ സുരക്ഷിതമായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അക്രമകാരികളായതിന് കൊല്ലുക തന്നെയാണ് വേണ്ടത്. പിന്നെ ഇനി അങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇങ്ങനെ കൊന്നു കഴിയുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിന് പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. അതാ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരെ കൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല, നായ്ക്കളെ കൊല്ലുമ്പോഴാണ് പ്രശ്നം. നമ്മളിപ്പോ ശ്രുതിയുടെ മാർക്സിലേക്ക് പോവാണ്. ശ്രുതിക്ക് കിട്ടുന്ന മാർക്ക് 65 ഔട്ട് ഓഫ് 100. നമ്മൾ ഇനി പോകുന്നത് ഒരു ഇൻഡിവിജ്വൽ ടാസ്കിലേക്കാണ്, ഒരു ഔട്ട്ഡോർ ടാസ്കിലേക്കാണ്. ആ ടാസ്ക് ചെയ്യാൻ പോകുന്ന ആരാണ്? കൃഷ്ണ ഫ്രം കോട്ടയം. ഞാൻ കൃഷ്ണ, കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ BCom ആയിരുന്നു. BComന് ശേഷം അനിമേഷൻ ഡിപ്ലോമ ആയിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒന്ന് ടേൺ ചെയ്തു, ബിസിനസ്സിലേക്ക് ടേൺ ചെയ്തു. ഇപ്പോൾ 2 മൊബൈൽ ഷോപ്പുണ്ട്. ഹസ്ബൻഡ് BSNL വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു കൊച്ചുമോനുണ്ട്, 5 വയസ്സ്, മനു. കൃഷ്ണ, മലയാളി വീട്ടമ്മയുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ഈ ചാനലിൽ പങ്കെടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ചെറുപ്പം മുതലേ തന്നെ കലാപരമായിട്ട് ഒട്ടനവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തിയാണ്. ഞാനൊരു +2 വരെ വളരെ ആക്റ്റീവായിരുന്നു. ഡാൻസ് ആവട്ടെ, ഏത് സ്റ്റേജസും ഞാൻ മിസ് ചെയ്തിരുന്നില്ല. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ലെവലും ഇതുമെല്ലാം വന്നപ്പോഴേക്കും ശരിക്കും ഒന്ന് ഡൗൺ ആയ പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാരേജ് കഴിഞ്ഞു, പിന്നെ മോനായി, പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സും കാര്യങ്ങളും ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. കൃഷ്ണയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രായഭേദമന്യേ ചെറിയ കുട്ടികളെന്നോ മുതിർന്ന പ്രായമായവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് സാധിക്കും. ഒരു വീട്ടമ്മ എന്ന രീതിയിൽ ഈ ഒരു ഷോയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും അധികമാണ് ഇതിൻ്റെ ഒരു പ്രൈസും ഇതിന് ഞങ്ങൾക്ക് തരുന്ന ഒരു സെക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ. സെലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇതിൽ നിന്നൊരു കൊച്ചു ഇങ്ങനെ ഒരു ചാനലിൽ കിട്ടിയല്ലോ. ഈ പരിപാടിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എത്രത്തോളം സപ്പോർട്ടീവാണ് അവർ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.
എൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യവും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് സ്വയം ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. ഹലോ കൃഷ്ണ, എങ്ങനെയുണ്ടായിരുന്നു കൃഷ്ണയുടെ ടാസ്ക്? എന്താ നമ്മൾ കാണാൻ പോകുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഈ ടാസ്കിലൂടെ പഠിച്ചു. ആണോ? കണ്ടു നോക്കാം. ഞങ്ങള് വീണ്ടും എത്തി. കൃഷ്ണ, ഞാൻ പറഞ്ഞത് വരുമ്പോ ഒന്ന് പറയണം. അങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഒരു ത്രില്ലില്ലല്ലോ. എന്താണ്ട് വിശേഷങ്ങള്? ഇരിക്കുവാണോ ഇപ്പോഴും? ഓക്കെ, സോ ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത് ഒരു ടാസ്ക് തരാന്ന് വിചാരിച്ചു. എന്താ ടാസ്ക് എന്ന് വല്ല ഐഡിയ ഉണ്ടോ? അപ്പൊ ഞങ്ങൾ വീട്ടിലേക്കല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ വെച്ച് തന്നെയാ ടാസ്ക്. നമുക്ക് ഫ്ലോറൊന്നും ഇല്ല. സോ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, ശരിക്കും താമസിക്കുന്ന സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, ഒരുപാട് പച്ചപ്പും കാര്യങ്ങളും ഒക്കെ. ആൻഡ് ഈ കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി കള്ള് ഷാപ്പുകളുണ്ട് വഴിയിൽ. സോ ഇതെല്ലാം കൂടെ കണ്ടപ്പം ഒരു ഐഡിയ തോന്നി, ഒരു ആഗ്രഹം തോന്നി. നല്ല ഇച്ചിരി കപ്പയും മീൻകറിയും കഴിച്ചാലോ എന്ന്. ഞാൻ ചുറ്റുവട്ടത്ത് ആരൊക്കെ ഈ ഇവിടെ കണ്ടു, അവിടെ കപ്പ നട്ടിട്ടുണ്ട്, ഇവിടെ കപ്പ നട്ടിട്ടുണ്ട്. നിങ്ങൾ നട്ടേക്കുന്നതാണോ? ആണ്. സോ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാം, തോട്ടത്തിലേക്ക് ഇറങ്ങി കപ്പ വേരോടെ പറിച്ചത് അതൊന്നും സമ്മതിക്കില്ല, പോരാ. നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്പം ലൈവായിട്ട് ചെയ്യണം. പറിച്ച് അത് ക്ലീൻ ചെയ്ത് നല്ല ഒരു കപ്പയും അതോടൊപ്പം ഒരു മീൻ കറിയും. ഏതായാലും ഞങ്ങളുടെ ടാസ്ക് കാണാൻ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യാണ്. റെഡി അല്ലേ? തുടങ്ങാം. 3, 2, 1 ഗോ. ഞാനേ ഈ വഴി പോയാൽ താമസിക്കും. ഞാൻ ഈ വഴി പോകാം, ആ വഴി വന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ എത്തി കൃഷ്ണ. ഞാൻ ചുറ്റി വളഞ്ഞ് എത്തി. ഓക്കെ, ഇതെന്താ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഏതാ എളുപ്പം പോരുന്നേന്നുള്ളതാണ്. അതെ അതെ. ഓക്കെ, വെള്ളം പാടില്ല, തൂമ്പ പാടില്ല. ഇങ്ങനെ ഒരു കപ്പ പറി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, she managed it. പോരട്ടെ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് ട്രൈ ചെയ്താലോ? കല്ലാണ് കേട്ടോ. ആണോ? നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതെല്ലാം നല്ല പരുവത്തിലാണ് നിൽക്കുന്നത്. ഇത് എത്ര പേർക്കുള്ള കപ്പ് പറിക്കണം? ശരിക്കും കൃഷ്ണയുടെ കൈകൾ നല്ല മാനിക്യൂർഡായിട്ട് നല്ലോണം നീൽ പോളിഷ് ഒക്കെ പറ്റി വെച്ചേക്കുന്ന കൈ. അത് മണ്ണിലിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ നീൽസ് ഒക്കെ ഒന്ന് മുറിച്ചേനെ അല്ലേ കൃഷ്ണ? അത് തന്നെ, അതാണ്. കമോൺ. വെരി ഗുഡ് ഗോയിങ് കൃഷ്ണ. ഈ കപ്പയ്ക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പണിയാണെന്നാണ് തോന്നുന്നത്. Careful, 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 careful. Yeah. Come on. അനങ്ങുന്നില്ല. ഇത് ഇത്രത്തോളം വരുമെന്ന് ഞാൻ ഓർത്തില്ല. എളുപ്പത്തിൽ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. വരുന്നതും പോന്നു. ഓക്കെ, വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്. പോരട്ടെ. Come on. യോ, ഈജിപ്തിൽ നിന്നും ഞാനൊരു ദീദി കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ എല്ലാവരും.
ഓക്കെ സോ ഞങ്ങള് പറിച്ച കപ്പ എല്ലാം അടുത്ത് ഈ സമയങ്ങളില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓടിക്കോ. ഇതിലേക്ക് എടുത്താൽ തിരിച്ച് ചാടാൻ പോവാണോ? ഞാൻ നടന്നു വന്നേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ കൃഷ്ണ ഇതിനു വേണ്ടിയുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ പോയേക്കാണ്. കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി തുടങ്ങുകയാണ്. പ്രോസസ്സ് ഏതായാലും കഴിഞ്ഞു. കുക്കിംഗ് പ്രോസസ്സാണ്. സോ വളരെ ഫാസ്റ്റായിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. മോളിക്കറി ഇരിക്കണോ? ഓക്കെ. മനു ഇതല്ലേ മോന്? ആരൊക്കെയാ ഈ കുട്ടികൾ? ആരൊക്കെയാ? അനിയന്റെ മക്കളാണ്. എന്റെ മോന്റെ പേരെന്താ? അജി. ആദി ആൻഡ് അജി. ഓക്കെ ഓക്കെ. നമുക്ക് കപ്പ കാണിച്ചു കൊടുക്കാം. എന്താ കൃഷ്ണ ക്ലീൻ ചെയ്ത് ഇത്രയും പീസസ് ഓഫ് കപ്പ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കിംഗ് പ്രോസസ് ആണ് തുടങ്ങാൻ പോകുന്നത്. ക്ലീൻ ചെയ്യേണ്ട ഇത്. ഓക്കെ. അരച്ചു വയ്ക്കാം. എനിക്ക് അരച്ചു വയ്ക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ. എന്തൊക്കെയായി തീരുമെന്ന് കണ്ടറിയണം. ഇനി മീൻ ക്ലീൻ ചെയ്യണം. അത് കുറച്ചുകൂടെ ഒരു എഫേർട്ടുള്ള ടാസ്ക് ആണ്. ഞാൻ കല്യാണം കഴിക്കുന്നോടം വരെ മീനൊന്നും കൂട്ടിയിരുന്നില്ല, ഇറച്ചിയോ അങ്ങനെയൊന്നും കൂട്ടിയിരുന്നില്ല. കല്യാണത്തിന് ശേഷം ഏട്ടൻ നേരെ തിരിച്ചായിരുന്നു, നോൺ വെജ് ആയിരുന്നു. അങ്ങനെയാണ് പാചകം നോൺ വെജിലേക്ക് കടന്നത്. വെജിറ്റേറിയൻ ആയിരുന്നു? വെജിറ്റേറിയൻ ആയിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അടുത്ത പരിപാടി. വീട്ടില് ഹസ്ബൻഡൊക്കെ സഹായിക്കുമോ കുക്കിങ്ങിന്? കുക്കിങ്ങിന് സഹായിക്കുമെന്ന് കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ പിന്നീടൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. എന്റെ കപ്പ അവിടെ നിന്ന് തിളച്ചെന്ന് വിചാരിക്കുന്നു. ഓ, തേങ്ങ കൊണ്ട് ഇങ്ങോട്ട് ഓടുന്നതും കണ്ടു. അപ്പത്തേക്ക് റെക്കോർഡ് ടൈമിൽ ചിരണ്ടലാണല്ലോ. ഇത്ര മതിയോ? മതി മതി. സോ പോയിന്റ് ടു ബി നോട്ടഡ്. നല്ല എന്താ പറയുക, ടാസ്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ലെൻലിനെസ്സിനും ഹൈജീനും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എപ്പം മണ്ണിൽ തൊട്ടാലും കൈ കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ പരിസരം എല്ലാം വൃത്തിയാക്കി നല്ലോണം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. എന്തെടുക്കാനാ പോയേക്കുന്നത് കൃഷ്ണ? ഉപ്പിടണം. ഉപ്പ്. ഓക്കെ ഓക്കെ. അവിടെ കപ്പ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഉപ്പിടാൻ സമയമായി. കപ്പ വെന്ത് വരുന്നേ ഉള്ളൂ, ഒരു ശകലം കൂടെ വേണം. ഓക്കെ. നമുക്കപ്പം തേങ്ങയ്ക്കുള്ള പരിപാടികൾ ബാക്കി നോക്കാം. കല്ലൊക്കെ ഏകദേശം അനാഥാവസ്ഥയിലായിരുന്നു. വല്ലപ്പോഴും ചമ്മന്തിക്കൊക്കെയാണ് രാവിലെ വെപ്രാളപ്പെട്ട് പോകാൻ നേരത്ത് എല്ലാം മിക്സിക്കകത്താണ് സാധാരണ ചെയ്യാറ്. കൂടുതലും മിക്സിക്കകത്താണ്, കാരണം സമയം കിട്ടാറില്ല രാവിലെ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. The clock is ticking, so you have to make it fast. ഒരു 2-3 മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് വേണം. പിന്നെ നമുക്ക് മീനിന്റെ പരിപാടികളിലേക്ക് പെട്ടെന്ന് തുടങ്ങാം. ഫ്രഷ് ആയിട്ടുള്ള മീൻ പറിച്ച് തുടങ്ങി. ഇവിടെ ക്ലീനിങ് നടത്തിക്കും. ഞാനെന്റെ സൈഡിൽ കാണാലോ, മീൻ അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. നമുക്ക് നോക്കാം. മീൻ കഴിക്കില്ലാത്ത ആളായിരുന്നു. ഇൻഫാക്ട് മീൻ എങ്ങാനും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു.
ഇപ്പം തന്നെ ഒരു ഫുൾ മീൻ ക്ലീൻ ചെയ്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 4 മീൻ കറി വെക്കാനും 2 വറുക്കാനായിട്ട് എടുക്കാം. തുടങ്ങാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഇത്തിരി കുരുമുളകും കൂടി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ സ്വന്തം കുരുമുളക്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പയും മീൻകറിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കൃഷ്ണയുടെ സ്വന്തം ഐഡിയയാണ് നമുക്ക് മീൻ വറക്കുന്നത്. സോ സൈഡ് ബൈ സൈഡ് രണ്ടും ഒരേ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി. നല്ല നെയ്യുണ്ട് മെയിന. നമ്മൾ കൊടുത്ത ടൈം ഫ്രെയിമിൽ കൊടുത്ത ടാസ്കിനേക്കാളും കൂടുതൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കൃഷ്ണ നടത്തുന്നത്. ആൻഡ് എനിവേ ഇത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇനി ഫൈനൽ സെർവ് ചെയ്യാനുള്ള ഡിഷസ് ഒക്കെ എടുക്കാൻ പോയേക്കുക. എന്തായാലും ഞങ്ങൾ വീട്ടിൽ ഗസ്റ്റ് അല്ലേ? അതെ, ഞാൻ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയുണ്ട് എന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? എൻ്റെ വേർഡിക്ട് ഒരു തംസ് അപ്പ് ആണ്. ഇത്രയാണ് മീൻ വറുത്ത് കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല, മീൻ വറുത്ത് സൂപ്പർബാണ്. താങ്ക് യു. ഇത് ഞാൻ മീൻ കഷ്ണം കഴിച്ചിട്ടില്ല, ചാറ് മാത്രം കഴിച്ചതിൻ്റെ ബേസിസിലാണ് പറയുന്നത്. ഓക്കെ. സോ ഏതായാലും കൃഷ്ണ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ അഭിപ്രായങ്ങളും പറയാനായിട്ട് ഓവർ ടു ദ ജഡ്ജസ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ ഒരു കുക്കറി ഷോയുടെ ഒരു എപ്പിസോഡ് പോലും ഞാൻ മൊത്തം കണ്ടിട്ടില്ല. വീട്ടിലാരെങ്കിലും അമ്മയൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് ഞാൻ പറയാറ്, എന്തിനാ വെറുതെ ഇരുന്ന് കണ്ടിട്ട്, വല്ലവൻ്റെയും പറമ്പിൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കിയിട്ട് എനിക്ക് വീണ്ടും ഈ പറയുന്ന ചോറും സാമ്പാറും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ സത്യം പറയാലോ, ഇന്ന് ഇത് കണ്ട് ശരിക്കും കൊതിച്ചു. സംഗതി ഗംഭീര പരിപാടിയായിരുന്നു. കപ്പ പറിക്കൽ. അതെ, കപ്പ പറിക്കൽ. ഇപ്പൊ ഒരു ഡൗട്ട് വരാൻ എനിക്ക് തോന്നുന്നു, ചിലപ്പം ആ പറഞ്ഞതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടോ അറിയില്ല. തൂമ്പ അല്ലെങ്കിൽ യാതൊരു ഉപകരണങ്ങളും ഉപയോഗിക്കരുത്, വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല, അല്ലാണ്ട് വെള്ളം പോലും ഒഴിച്ച് മണ്ണ് കുതിർക്കാൻ പാടില്ല, അല്ലാണ്ട് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോഴേ ഈ പന്നേരി ഇടയ്ക്കിടയ്ക്ക് മാന്താൻ പോകില്ലേ, അതാണ് അല്ലെങ്കിലും ഞാനും വിചാരിച്ചു ടോം ആൻഡ് ജെറി. അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ട്, കപ്പയ്ക്ക് ഇംഗ്ലീഷിൽ ടപ്പിയൊക്കെ എന്ന് പറയണത് ഇതിങ്ങനെ തപ്പി നോക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോ ഇനി അത് റിയൽ ആണോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും കൃഷ്ണയുടെ കപ്പയും മീൻ കറിയും പിന്നെ പറയാത്ത എക്സ്ട്രാ ഫിഷ് ഫ്രൈയും ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ആ ടാസ്കിനെ കുറിച്ച് എന്താണ്? മതില് ചാട്ടം ഉൾപ്പെടെ ഇല്ല, ആ ടാസ്ക് സത്യം ഞാൻ പറയാം. അത് പറഞ്ഞോ, അതല്ല അതെ, ആ ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഔട്ട്ഡോർ ടാസ്ക് ആക്കി വെക്കാതെ ഇവിടെ ഒരു ടാസ്ക് ആക്കി വെച്ചിരുന്നെങ്കിൽ രുചിച്ചു നോക്കാമായിരുന്നു. അത് ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ പറയും, അപ്പൊ ഷോർട്ട് എടുക്കുമ്പോ ജോ എന്ന് പറയും, ചേച്ചി എന്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് ചേച്ചി, ഞാൻ ഞാൻ വെജിറ്റേറിയൻ. രക്ഷപ്പെട്ടു ആ ഒരു വിഭാഗം. ഞാനും വെജിറ്റേറിയൻ ആണ്. പക്ഷെ കപ്പ കണ്ടപ്പോ ഒരാൾ വിടുന്നു ഞാൻ കണ്ടായിരുന്നു. ആ പറഞ്ഞ
സമയത്തിനുള്ളിൽ കപ്പയും മീൻകറി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എന്തോ കേട്ടില്ല, ആ ഒരു സമയത്ത് അവിടെ പറഞ്ഞത് കേട്ടില്ല. തൂമ്പ എടുക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്താ കാണിക്കുന്നത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അതെല്ലാം നന്നായി ചെയ്തു. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ചെയ്ത് വെച്ചു. അതൊരു ആഡഡ് യു വിൽ ഗെറ്റ് പ്ലസ് പോയിന്റ്സ് വരും അതിന്. നന്നായി ചെയ്തു കൃഷ്ണ, വെൽ ഡൺ. കൃഷ്ണ പഴയ അത്ലറ്റ് വല്ലതും ആണോ? അല്ല, വേണ്ടി വന്നു. കാരണം ഇതിലേ ഓടുന്നില്ല, ഞാൻ അതിലേ ഓടുന്നു. അപ്പൊ എല്ലാരും നോക്കിയപ്പോ ഒരു മതില് ചാടുന്നു. അത് കഴിഞ്ഞപ്പോ പോയി കപ്പ പറിക്കണം. ഇത് വലിയ നല്ല ശരിക്കും നല്ല കൈക്ക് ബലമുള്ളവർക്ക് മാത്രമേ കപ്പയൊക്കെ ഇങ്ങനെ. നല്ല വേനലാണ്, അപ്പോൾ എടുക്കാൻ പറ്റൂ. നല്ലതായിട്ട് മണ്ണെല്ലാം നല്ല ഉറച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് പറയുന്നതിനെ കല്ലറ എന്നാണ് പറയുന്നത്. കാരണം നല്ല സ്ട്രെങ്ത്, ഇതിലോട്ട് മുഴുവൻ കല്ലാണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആണ് അവിടുത്തെ മണ്ണും. അത് മാറ്റി പറിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടായിരുന്നു. അപ്പൊ ഈ മീൻകറിയും കപ്പയും ഉണ്ടാക്കുന്നതിലും ടഫായിരുന്നു ഈ കപ്പ പറിക്കാൻ അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ നമ്മൾ പറയുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുങ്ങി ഇങ്ങനെ നടക്കാൻ മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ. പക്ഷെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ആളാണെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് എപ്പോഴും നീറ്റായിട്ട് കൊടുക്കണം എന്നൊരു പറയും, അല്ലെ കാണുന്നവർക്ക് അത് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ആ ചെയ്തതെല്ലാം മീൻ കഴുകിയതടക്കം മീനിൽ എനിക്ക് തോന്നുന്നു നല്ല നീറ്റായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാൽ അറിയാം, നല്ല കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്തു, ടാസ്ക് ഒക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഗുഡ് ലക്ക്. താങ്ക് യു. കപ്പ വെട്ടിയാൽ ഒരുപാട് വേസ്റ്റ് വരും എന്ന് അറിഞ്ഞുകൊണ്ട് പേപ്പർ എടുത്തുകൊണ്ട് വന്നു. ശരിക്കും അവിടെ മുറ ഉണ്ടായിരുന്നു, അത് മതിയായിരുന്നു. പക്ഷെ അത് ആലോചിച്ച് പേപ്പറും കത്തിയുമായിട്ട് വന്ന് ആ വേസ്റ്റും കൂടെ ആ പേപ്പറിൽ തന്നെ പൊതിഞ്ഞെടുക്കാനുള്ള ഒരു സാമർഥ്യം കറക്റ്റായിട്ട് കൃഷ്ണ കാണിച്ചു. അതേമാതിരി തന്നെ തേങ്ങ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ്. ഞാൻ വിചാരിച്ചു അത് ചെയ്യും എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഉണ്ട് ആ ഹാബിറ്റ്. ചിരവിയിട്ട് ബാലൻസ് ഇല്ലേ, സാധാരണഗതിയിൽ വീഴുന്നത് കളയാൻ നമുക്ക് സ്ത്രീകൾക്കൊരു മടിയാണ്. ഒന്നെങ്കിൽ അത് നേരെ ഇങ്ങനെ പോവും, അല്ലെങ്കിൽ ഇതിലേക്ക് വരും. ഭയങ്കര സ്മാർട്ടായിട്ട് അത് രണ്ടും ചെയ്യാതെ അത് അങ്ങനെ വടിച്ചെടുത്ത് നേരെ പോയി കൈ കഴുകുകയാണ് ചെയ്തത്. വിച്ച് ഇസ് എഗെയിൻ ക്ലെൻലിനെസ്സിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് കൃഷ്ണ ചെയ്തത്. ഓൾ ദി വെരി ബെസ്റ്റ്. കൃഷ്ണ, ഏതായാലും ഇത്രയായില്ല, നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം അല്ലേ? ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന കാലത്ത് നമ്മളെപ്പോഴും പറയും ടെക്നോളജി മുന്നേറും തോറും നമ്മളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുമുണ്ട്. കാരണം നമ്മളുടെ ഇന്നത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ കമ്പ്യൂട്ടറും ചാറ്റിങ്ങും ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പലരും ഈ ചാറ്റിങ്ങിൽ കൂടെ കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല, ഫേക്ക് ഫോട്ടോസ് ആയിരിക്കും, അവരുടെ പുറകെ ഓടിപ്പോവും. അപ്പോൾ വീട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല. ആദ്യം ഇതാണ് അവരുടെ മനസ്സിൽ, ആൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഓടിപ്പോവും. ചെല്ലുമ്പോഴായിരിക്കും ഒരു 60 വയസ്സ് 70 വയസ്സുള്ള ഒരാളെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പല പെൺകുട്ടികൾക്കും പറ്റുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യനാണ്, ഇന്നത്തെ പെൺകുട്ടികൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് ചാറ്റിങ്ങിലൂടെയാണ്. കൗൺസിലിങ്ങുകൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും വീണ്ടും പെൺകുട്ടികൾ അതിലേക്ക് വഴുതി വീഴുന്നു. എന്തുകൊണ്ടാണിത്? ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങളുടെ ഏറ്റവും വിലയേറിയ നിർദ്ദേശങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കുക. രണ്ടാമത്, പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണോ? നമ്മുടെ ടെക്നോളജി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്ന പോലെ നല്ലതും ചീത്തയുമുണ്ട്. അപ്പോൾ അത് കണ്ടറിയാനുള്ള ഒരു വിവേകമാണ് നമുക്ക് ആദ്യം വേണ്ടത്. എവിടെയാണ് നമ്മൾ ആ ഒരു മൈനസ് കണ്ട് അത് നമുക്ക് മാറ്റി നിർത്താനുള്ള ആ ഒരു സ്ട്രെങ്ത് നമുക്കുണ്ടായിരിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. കാരണം ഏറ്റവും കൂടുതൽ ഇതിലൂടെ ചീറ്റ് ചെയ്യപ്പെടുന്നത് കൂടുതലും സ്ത്രീകളാണ്. അതും എനിക്ക് തോന്നുന്നു ഒരു 15 ആ ഒരു വയസ്സ് തൊട്ടിങ്ങോട്ട് കുട്ടികളെല്ലാം അഡിക്റ്റഡാണ്. ഒരു സമയത്തിന് ശേഷം ഇപ്പോൾ എല്ലാവരും വർക്കിങ്സ് ആണ്, ഇപ്പോൾ പേരൻസ് എല്ലാം വർക്കിങ്സ് ആയതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് വേറൊരു ലോകമില്ല. ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനെറ്റ് വഴി ആ ഒരു ലോകത്തേക്ക് അവർ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പേരൻസ് ആദ്യം ഈ കുട്ടികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെക്കുറിച്ച് നമ്മൾ തന്നെ കരുതണം. അവർക്ക് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണം.
ആ സമയം കണ്ടെത്താത്തിടത്തോളമാണ് കുട്ടികൾ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക്, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് അവർ തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ ഉന്തി വിടുന്നതാണ് സത്യത്തിൽ, അവർ തന്നെ പോകുന്നതല്ല. അപ്പം നമുക്ക് ആ ഒരു സമയം നമ്മൾ അവർക്ക് വേണ്ടി കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊരാളോട് ഇതുപോലെ പരിചയമില്ലാത്ത ഒരാളോട് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് ചാറ്റ് ചെയ്യാനുള്ള അവസരം അവർക്ക് വരുന്നില്ല. അപ്പം ആ ഒരു സമയം പേരൻസ് കണ്ടെത്തുക. സോ അതിൻ്റെ അർത്ഥം വേണം എന്നാണോ വേണ്ട എന്നാണോ? മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വേണം എന്നാണോ വേണ്ട എന്നാണോ? മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഞാൻ വളർന്നത്, ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു 20 വയസ്സിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത്രയും കാലം ഞാൻ സുരക്ഷിതമായിട്ട് ഞാൻ വളർന്നു എന്ന് പറഞ്ഞ പോലെ ഇനിയുള്ള തലമുറയും അതില്ലെങ്കിലോ സുരക്ഷിതമായിട്ട് അവർക്ക് വളരാൻ പറ്റും. അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ പേരൻസ് പിള്ളേരുമായിട്ട് അത് നല്ലൊരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു മീലെങ്കിലും പിള്ളേരുടെ കൂടെ ഇരുന്ന് പേരൻസ് കഴിക്കണം. അവർക്ക് ആ ഫ്രീഡം കൊടുക്കണം. എൻ്റെ പേരൻസിനോട് എനിക്ക് എന്തും ഓപ്പണായിട്ട് പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം പിള്ളേർക്ക് കൊടുക്കണം. എപ്പോഴും നമ്മളിങ്ങനെ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംശയത്തിലല്ല, എനിക്ക് എൻ്റെ പേരൻസിനോട് എന്തും പറയാം എന്നുള്ള ആ ഒരു ഫ്രീഡം പിള്ളേർക്ക് കൊടുക്കണം. ഇനി നമുക്ക് മാർക്സ് എന്താണെന്ന് ചോദിക്കാം. എല്ലാം നല്ല പോയിന്റ്സ് ആണ് കൃഷ്ണയ്ക്ക് പറയാനുള്ളത്. അതായത് വീഡിയോ വാളിൽ കണ്ടതിന് പുറമെ വളരെ ആപ്റ്റായിട്ട് വളരെ കോൺഫിഡൻസ് ലെവൽ നല്ലോണം കൂട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞു. സോ വി ആർ ഓൾ ഗിവിംഗ് യു 89 ഔട്ട് ഓഫ് 100. താങ്ക് യു മാം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒട്ടേറെ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ഗുഡ് ബൈ ഫ്രം നിറബറ മലയാളി വീട്ടമ്മ, co-branded by Datri Hair Care Plus and Sera, powered by Chungat Jewelry. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy for Vinduja Menon, Maitri Srikanth Vedika. Costume courtesy Rajni Chandi, Punolil Silks.